ഓ എന്റെ അമ്മോ ഇത് കൊള്ളാലോ ഇത്. സെറ്റാ ഹെലികോപ്റ്ററില് നമ്മളെവിടെ കൊണ്ട് ഇറക്കുന്നോണു. അതെ 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 അവിടെ നമ്മൾ എന്തായാലും സർവേ ചെയ്യണട്ടോ. എന്തൊക്കെ ചെയ്യേണ്ടി വരും ഒരു ഐഡിയ ഇല്ല അല്ലേ. ഒരൈഡിയില്ല. നമ്മൾ ഇറക്കിയിട്ട് ഹെലികോപ്റ്റർ പോടോ. ഹെലികോപ്റ്റർ പോയി ഡിഗ് നമ്മൾ ആദ്യം ഇവിടെ കുഴിക്കണല്ലേ. കുഴിച്ചിട്ട് നമ്മള് ഫയർവുഡ് കണ്ടുപിടിക്കണം. എന്നിട്ട് കത്തിച്ചിട്ട് നമ്മളിവിടെ സർവൈവ് ചെയ്യണം അല്ലേ. എന്താണ് നമ്മുടെ തെറാപ്പിയുടെ തലയുടെ മേളിൽ എന്താ കാണിച്ചേക്കണേ? എന്റെ അമ്മ ഇത് കുഴിക്കാനും ഇന്ന സമയം എടുക്കുന്നല്ലോ എനിക്ക് തോന്നണേ അല്ലേ. എന്റെ അമ്മ ഇത് കുഴിയല്ല എല്ലാം നമ്മള്. അതെ അതെ എനിക്കൊന്നും കാണാൻ പറ്റില്ല. തെറാപ്പിയുടെ ഉള്ളിൽ കയറി കുഴിച്ചു പോയി. അതന്നെ 93% കുഴിച്ചുവിട്ടാ നമ്മള്. നമുക്ക് ബെഡ് ഉണ്ടല്ലോ അതിനകത്ത്. കിടന്നുറങ്ങാനായിട്ട് ബെഡ് ഉണ്ട്. എനിക്ക് തോന്നണേ ഇനി നമ്മളുണ്ടല്ലോ കോടാലി വെച്ചിട്ട് അവിടെ പോയി മരം വെട്ടണം. ഈ ഉന്തുവണ്ടിയില് 100 കിലോ വരെ നമുക്ക് കേറ്റാൻ പറ്റും കേട്ടോ. സ്പീഡിലോടാൻ പറ്റും. ഇതാരാണ് ക്രിസ്മസ് അപ്പൂപ്പൻ ആ സാധനം കൊണ്ട് പറന്നുപോയില്ല. ഞാൻ പറന്ന് വേറെ ലോകത്തേക്ക്. ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഒത്തിരി ദൂരെയാടാ. തെറാപ്പി തിരിച്ചു ആ വഴിയാന്ന് തോന്നുന്നു. എനിക്ക് ചെറുതായിട്ട് കാണാൻ പറ്റിട്ടില്ല. ഇവിടെയാണോ രൂപയുള്ള? നിക്ക് നടന്നേ. എന്നെ കണ്ടില്ലേ? കൊട്ട പറന്നുപോയേ. ഞാൻ മരം വെട്ടി ചേർത്തേ. -4 ഡിഗ്രി ഇല്ലെന്ന് തോന്നുന്നു. ഇതെങ്ങനെ കേട്ടണേ ഇത്? ഈ മരം കത്തിക്കാൻ പറ്റും. ഞാൻ കത്തിച്ച് കത്തിക്കാണെങ്കിൽ നമുക്ക് നമുക്ക് തണുപ്പല്ലേ. അപ്പൊ നമുക്കൊന്ന് ചൂടാവാൻ വേണ്ടി കണ്ട നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് എത്ര തണുപ്പാന്നുള്ള സാധനം കാണിക്കണല്ലേ, മീറ്റർ കാണിക്കണല്ലേ. അതിപ്പോ ചൂടത്തേക്കുമ്പോ സംഭവം കുറച്ച് സെറ്റ് ആവണല്ലേ. അതെ അതെ മരം കത്തിച്ചു. പക്ഷെ മരം എടുക്കാൻ പറ്റില്ല നമുക്ക്. മരം എടുക്കേണ്ടതല്ല, എന്നാലല്ലേ ശരിയാവുള്ളൂ അല്ലേ. ഞാൻ വെച്ച് ഈ പെട്ടിയില് നമ്മുടെ ഉന്തുവണ്ടിയിലും മരം കയറ്റി വെച്ച് തള്ളിക്കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ചേ. കത്തിച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റൂട്ടാ. കത്തിച്ച് കഴിഞ്ഞിട്ടാണ് എടുക്കണ്ടേ? എങ്ങനെ എടുക്കണേ? ചുമ്മാ കൈ കൊണ്ട് അതിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഞെക്കി പിടിച്ചിട്ട് വണ്ടിയിലോട്ട് കയറ്റി വെക്കണല്ലേ. ഞാൻ മരം കൊണ്ട് പോവാട്ടാ. ഇത് കുറച്ച് ചെറുതാക്കണം എന്ന് തോന്നണാർന്നല്ല തടി അല്ലേ. നന്നായി ചെറുതാക്കേണ്ടി വരും. ആ വണ്ടിയിൽ വെക്കാൻ പറ്റണ അത്രയും ചെറുതാക്കണം. എന്റെ മരം തീർന്നു, ചാർക്കോളായി. എനിക്ക് വേറെ മരം വെട്ടണം. മരം മൊത്തം കത്തിച്ചാണ് ഞാൻ മൊത്തം കത്തിച്ച്. ഒന്നും നോക്കിയില്ല, മൊത്തം കത്തിച്ച്. ഇവിടെ എത്ര മരങ്ങളുള്ളത് ഇവിടെ. ഇനി നമ്മൾ ഇത് കൊണ്ട് അവിടെ വരെ വരണ അങ്ങനെയാണോ? നമുക്ക് സർവൈവ് ചെയ്യാനുള്ള കേവിന്റെ അവിടെ കൊണ്ടുപോണ്ടി വരും. ഈ മരം അടുത്ത മരം ഞാൻ വെട്ടി. ഞാൻ വീണ്ടും മരം കഷ്ണാക്കി. എന്റെ അമ്മോ നൂബി കഷ്ണാക്കിട്ടൊന്നും കാര്യമില്ലല്ലോ. എന്തി കൊറേ കത്തിക്കണം. ഇപ്പൊ എന്തോരം ഉണ്ട് തണുപ്പ്? എന്റെ കൊഴപ്പില്ല കേട്ടാ, അത്യാവശ്യം കൊഴപ്പില്ല. എത്ര രൂപയുടെ? എന്റെ ഒരു ശതമാനക്കണക്ക് പറയുകയാണെങ്കിൽ ഒരു 10-30% എനിക്ക് അവിടെ നീലബാർ കാണിച്ചിട്ടുള്ളൂ. എനിക്ക് കൊറേ മൊത്തം തീർക്കണോ? അത് ഒന്ന് കത്തിച്ചൊന്ന് സെറ്റ് ആയിക്കോ. ഈ സാധനത്തിന് ഇത് വലിച്ചോണ്ട് താഴ്ത്തേട്ട് പോവാലോ. അത് ശരി. എന്റെ കൊറേ വീണ് പോയിട്ടാ. എന്റെ അമ്മ ഇത് ഇങ്ങനെ ഉന്തിക്കൊണ്ടൊന്നും പോവാൻ പറ്റില്ല കേട്ടോ. അതേ രാത്രി 18 ഡിഗ്രി -18 ഡിഗ്രി തണുപ്പ്. നമുക്ക് തന്നെ നടക്കാൻ പറ്റണ്ടേ. അപ്പോഴാണ് നമ്മൾ ഇത് കൂടി സത്യം. ഇതെന്ത് തേങ്ങ. ഓ മൈ ഗോഡ് ഗൈസ്, തെറാപ്പി കുറുക്കന്റെ ഒക്കെ സൗണ്ട് കേൾക്കണ്ടല്ലോ. ഞാൻ വരിക രാത്രി കഴിഞ്ഞാൽ അപ്പൊ ഉറങ്ങിക്കോളല്ലേ. കേറിക്കു ഇതെങ്കിലും ഉറങ്ങണേ. ഉറങ്ങി. അതിന്റെ കൂടെ 2 ബെഡിനുള്ള സ്ഥലമില്ലാട്ടാ. രാവിലെയാ എനിക്കോ. ഇതെന്താ അടുത്തത്? ഡേ 2. നമുക്ക് വിശക്കണ്ട്. ഐസ് ഡ്രില്ല് ചെയ്തിട്ട് ഫിഷ് പിടിക്കണം, എന്നിട്ട് കുക്ക് ചെയ്ത് കഴിക്കണം. തടി വെച്ചിട്ട് ചൂടാക്കി നീക്കി വെക്കാൻ പറ്റുമോ? അതെ, കുറച്ച് തടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെ സർവൈവ് ചെയ്യണത്. നമ്മളിനി അറ്റം വരെ പോണം മീൻ പിടിക്കാൻ. പോവാ നമുക്ക്. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് വെച്ചെന്ന് ചാവൂ 2ാമത്തെ ദിവസം തന്നെ. റാപ്പി വണ്ടി കയറിയിരിക്ക്. ആ വണ്ടി അവിടെ ഇട്ടിട്ട് പറ്റുമോ? ഇല്ലല്ലേ. അത് ഞാൻ എടുത്തിട്ടില്ല ബാബാ. അത് നമുക്ക് വന്നെ മീൻ പിടിച്ചിട്ട് എടുക്കാം. 2 തന്നെ അവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ കായലിന്റെ അവിടെ കുറച്ച് മരം വെട്ടിട്ട് അവിടെ ചൂടാക്കാൻ ഇടാം. അപ്പൊ നമുക്ക് തണുക്കില്ലല്ലോ. അന്നേരം നമുക്ക് അവിടെ മീനെ പിടിച്ച് അവിടെ വേണമെങ്കിൽ അവിടെ വെച്ച് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ ശരിയാവുന്ന എനിക്ക് തോന്നല്ല. നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ഡെഡ് ആവും അല്ലേ. ഞാനും അതെ. യു ആർ ഗെറ്റിംഗ് കോൾഡ്. ബിൽഡ് ഫയർ എന്റെ അടുത്ത് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്.
പോവായി വാ 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 7 ദിവസം പോരെ ദേ പിന്നെ എന്നോട് പറയുന്നുണ്ട് യു ആർ ഗെറ്റിംഗ് കോൾഡ്. ഞാനും അതെ എന്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് ഒരു വെട്ടിയിട്ട് മരുന്ന് പൊളിച്ചട്ടെ നമുക്ക് ഒരുമിച്ച് ഇതായാലോ. അതെ അതെ അത് മതി അത് മതി അത് മതി. ഇത് മൊത്തം കത്തിക്കണോ? കത്തിക്കാം കത്തിക്കാം കത്തിക്കാം. കത്തിച്ചു കത്തിച്ചു. ആ ശരി. ഓ മൊത്തം കോൾഡ് ഇതാവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോയി മീൻ പിടിക്കാം. ഇഷ്ടം പോലെ മരം കേട്ടോ. വേണേ നമുക്ക് ഇത് മൊത്തം കത്തിക്കാം അല്ലേ? ഈ കാട് മൊത്തം അതെ കത്തിക്കും. അയ്യോ ഓ കൊറേ തണുത്ത് പോയി. ആ അതെ കുറഞ്ഞു കുറഞ്ഞത് ഫുള്ള് ഇതാവട്ടെ. എന്നിട്ട് നമുക്ക് അപ്പൊ തന്നെ പോയി മീനെ പിടിക്കാം. മീനെ പിടിക്കാൻ നമുക്ക് അത് ഡ്രില്ല് ചെയ്യണല്ലേ ഐസ്, എന്നിട്ട് ചൂണ്ടിടണം. അതന്നെ എന്റെ തണുപ്പ് തീർന്നു കേട്ടാ ഫുള്ള്. ആ എന്റെ തീർന്നു. പാ മീനെ പിടിക്കാം മീനെ പിടിക്കാം. ഡ്രില്ല് ചെയ്താ ഇതെങ്ങനെ ഡ്രില്ല് ചെയ്യണേ? തിരിക്കാനാ പറയണേ പിടിക്കാനാ പറയണേ. തിരിച്ച് ഡ്രില്ല് ചെയ്യണോ? ഞാനും ചെയ്ത് എന്തോരം ഡ്രില്ല് ചെയ്യണം? ഇറങ്ങി എന്നിട്ട് കുഴിക്കണ. കിട്ടി 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 കിട്ടി. ആ ഡ്രില്ലായി. ഇനി ഇതിനകത്തായിട്ട് ചൂണ്ടിടണല്ലേ? ചൂണ്ടിട മീൻ വല്ലതും കിട്ടിയാ? ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട്. കിട്ടണ മീൻ. അതെ എവിടെന്താണ് ഇവിടുത്തെ മീനെ കിട്ടിയിരുന്ന വെച്ചെന്ന് നമ്മള് പണിയാവേ. അത് ശരിയാ. ഒരു ഫിഷിനെ പിടിക്കണം നമ്മളിട്ടാ. അതെ ആ ആരെങ്കിലും ഒരാള് പിടിച്ചു കഴിഞ്ഞാ രണ്ടുപേർക്ക് കഴിക്കാൻ പറ്റുമായിരിക്കും. ആ മീനെ കിട്ടി. കിട്ടി പിരാനാണോന്ന് എനിക്കറിയില്ല. ഏതൊരു മീനെ കിട്ടി. ഒരു മീനെ ഞാൻ പിടിക്കാം. അതെ നേരെ താഴത്തേട്ട് ഇടുക. മീൻ കൊടുത്തു കഴിയുമ്പോ മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങ് പൊക്കിയാ മതി. അത്രേ ഉള്ളൂ. ഒന്നും കാണിക്കാനില്ലല്ലോ. ഇല്ലേ കിട്ടിയില്ലേ? പോക്ക്. ആ കിട്ടി. മേളില് ഈ ജെക്കി ഡ്രോപ്പ് ചെയ്തിട്ട് അതാണ് നമുക്ക് ഒരുമിച്ച് കുക്കാക്കാം. നല്ല പെടക്കണ മീനാ കണ്ടാ. പെടക്കണ മീനാ. വീണ്ടും കിട്ടിയില്ലോ. അത്രേ ഉള്ളൂ. ഇപ്പൊ വിശപ്പ് എന്തോരം ഉണ്ട്? നല്ല വിശപ്പില്ലേ? ഇനി വേറെ സ്ഥലത്ത് കുഴിക്കേണ്ടി വരുമോ? ഈ സ്ഥലത്ത് മീനെ കിട്ടില്ലല്ലോ. ആ കിട്ടി. ഇത്ര മീൻ മതിയായിരിക്കും നമുക്ക് ഇന്നത്തേക്ക്. അതെ അയ്യോ മരം വെട്ടാ. ഞാൻ മരം വെട്ടി ഇവിടെ കത്തിക്കാനിടാട്ടാ. എന്നിട്ട് അതിനകത്തിട്ട് മീനങ്ങ് എടുത്തിട്ടാ മതി. ആ ഒമ്പോ ഇപ്പൊ ചാവും. കത്തിച്ച് ഉയ്യോ ഇപ്പൊ നമ്മള് ഡെഡ് ആയ. നമ്മള് ഭയങ്കരമായിട്ട് എന്നെ 90% വരെ ആയിരുന്നു. അതെ കത്ത് പിടിക്കുമനി. എന്നാലും നമുക്ക് ഇവിടെ ഐസായിട്ട് കത്തി പിടിക്കില്ല. മീനെ എടുത്തോണ്ട് നമുക്ക് ഇതിനകത്തായിട്ട് ഇട്ട് നോക്കിയാലോ? ഞാൻ ഇട്ട് നോക്കട്ടെ. ഇട്ട് നോക്കാം. മീനെ ഇതിനകത്തായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാൻ പറ്റൂലോ? കുക്കായി തെറാപ്പിക്ക് ഇതിനകത്ത് കഴിക്കാൻ പറ്റൂട്ടോ. മൊത്തം എടുത്തോ? ഉള്ളതോ എല്ലാം എടുത്തോ? ഹങ്കർ പയ്യെ കേറണം. ഒരു മീൻ ഇട്ടിട്ട്. ആ ഇല്ലാട്ടോ ഒരു മീനും കൊണ്ട് അത്യാവശ്യം ആയിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം ആയില്ലേ? അതെ വേണേ നമുക്ക് ബാക്കി മീൻ വന്നിട്ടുണ്ടല്ലോ നമുക്ക് എടുത്തോണ്ട് പോവാം. വേണമെങ്കിൽ പിടിച്ചിട്ട് നാളത്തേട്ട് വേണമെങ്കിൽ ബാക്കി മീൻ വണ്ടിയിൽ വെച്ചേക്കാം. എനിക്ക് തോന്നുന്നു കറക്റ്റ് ഒരു പച്ച ഇത് വരില്ല. അപ്പൊ ആ സാധനം വെച്ച് നോക്കിയേ. അല്ലേ? അങ്ങനെ കാണിക്കുമ്പോ വെക്കണട്ടാ. ആ അതാണ്. അത് കുറച്ചുകൂടെ തീ കാഞ്ഞിട്ട് പോയാലോ? എന്നാ തീ കാഞ്ഞിട്ട് പോവാം. അല്ലെങ്കിൽ ശരിയാവില്ല. അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ വെടി തീരുന്ന എനിക്ക് തോന്നണേ. ഞാൻ 80 കിലോ വെച്ചാണ്. ഇനി ഇവിടെ നടന്ന് എത്തുമ്പോ തന്നെ 2 ദിവസം പിടിക്കുന്നുണ്ട്. കത്തിച്ച് അവിടെ നിന്നോ. കേറുന്നോ. ഓ 80 കിലോ കയറ്റിയില്ലേ ഇതിനകത്ത്? എന്നാ ഡേ 3 കാണാം. ഞാൻ നേരെ പോവാ. അജോടിയായി പോയാലൊന്നും നമുക്ക് നേരെ വിട്ടടിച്ച് പോവാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് തടിയുടെ ആവശ്യം വരുമായിരിക്കും കേട്ടോ. ഇനിയിപ്പോ തെറാപ്പി വലിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാ? വലിയ ബുദ്ധിമുട്ടില്ല. ഇല്ലല്ലേ? ദേ ഞാൻ കേറി പോണോണ്ടാ. മുന്നാൽ പാടാ. മുന്നാൽ മുടി കുത്തോള. അതിപ്പോ 31 കിലോ 80 കിലോ. എനിക്ക് വേണ്ടി ജീവിക്കുന്നവൻ കുടുംബത്തിന് വേണ്ടി നന്നായിട്ട് പണിയെടുക്കൂ. അയ്യോ നൈറ്റ് കുറുക്കന്മാരുടെ സൗണ്ട് കേട്ടില്ലേ? തെറാപ്പി ഇവിടെ നമുക്ക് കത്തിക്കാട്ടാ. ചിലപ്പോ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ചാവുന്ന തോന്നണം. ഇവിടെ തടി ഓൾറെഡി വെട്ടിയിട്ടേക്കണേന്ന്. അതെ ഇത് ഇവിടെ വിടിച്ചിട്ട് വാ. ഞാൻ ഇവിടെ കത്തിക്കാം. ഫുള്ളിതാക്കിട്ട് പോ. അയ്യോ രാത്രി അതെ -44 ഡിഗ്രിയായി. തണുപ്പ് 46. തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുക. തെറാപ്പി നമുക്ക് അതെ പെട്ടെന്ന് തരണം നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഡെഡ് ആവും. ആയില്ലേ? വീട് എത്താനുള്ളതായില്ല. വീടെത്തി നേരെ കീറി കിടക്കുക. അത്രേ ഉള്ളൂ. അവിടെ ഇട്ടത് ഓടിയോ? ഇങ്ങോട്ടൊരു തടി നൈസായിട്ടിട്ടല്ലേ? ഇവിടെ തടി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാടി എന്റെ കട്ടില്? ഞാൻ കിടന്ന് തെറാപ്പി കിടന്നില്ലേ? -61 വരെ തണുപ്പായി ഡിഗ്രി. അയ്യോ പുറത്തിട്ടിറക്ക്. ഡേ 3 ആയി. കത്തിക്കാം. ശരിയാ. ഇത് കഴിച്ചോ തെറാപ്പി? മീൻ കഴിച്ചോ? ഹങ്കർ ലെവൽ ഇനിയൊന്നും പറഞ്ഞിട്ടില്ല. ക്യാച്ച് ഫിഷ്. ഇനി നമ്മുടെ
സർവൈവ് ചെയ്യണം. ഫിഷ് ക്യാച്ച് ചെയ്യാ, ഈ സാധനം കൊണ്ട് കത്തിക്കുക, അതൊക്കെ തന്നെ പരിപാടി ബാക്കി ഇനി. ഒരു കാര്യം ചെയ്യുന്നു, മരങ്ങൾ ഇറക്കി ഇവിടെ വെച്ചോ. അതെ അതെ അതെ, കുറച്ച് മരങ്ങള് ഡേ സർവൈവ് ചെയ്യാൻ വേണ്ടി വെക്കാം. ശരിയാ. ആവശ്യം വരും. നേരെ എന്നിട്ട് പോയി ഫിഷിനെ പിടിച്ചാലോ നമുക്കൊരു ടോട്ടൽ 4 ഫിഷ് പോലെ നമുക്ക് ഒരു ദിവസം സർവൈവ് ചെയ്യാൻ. സിമ്പിൾ. അതെ അതെ. പക്ഷെ നമ്മളിപ്പോ തീ കഴിഞ്ഞിട്ടും ഹോൾഡ് ഇതാവൂലേട്ടാ. ഇവിടുത്തെ മരം വെട്ടി ഇതാക്കിയാലാ. എനിക്ക് നല്ല തണുപ്പായി. എന്റെ അടുത്ത് കത്തിക്കാൻ പറഞ്ഞ് ഞാൻ ഈ മരം മൊത്തം കത്തിക്കാൻ പോവാ. ഫോറസ്റ്റ്, ഫ്രോസൺ റിവർ, ക്യാച്ച് ഫിഷ്, ഇത്രേ ഉള്ളൂ. ഇപ്പൊ പെട്ടെന്ന് തണുക്കുക കേട്ടോ. നമുക്കിനി ഒത്തിരി മരത്തിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും എനിക്ക് തോന്നണ അല്ലേ. നേരത്തെ ഉണ്ടല്ലോ തെറാപ്പി നമ്മുടെ ഡേ 1 നമ്മുടെ രാവിലെ -4 ഡിഗ്രി -8 ഡിഗ്രി ആണ്. ഇപ്പൊ കണ്ട രാവിലെ തന്നെ -21 ഡിഗ്രിയാ. അതെ. അപ്പൊ എന്തായാലും ഒത്തിരി ഫിഷിനെ ഞാൻ പിടിക്കാം. തെറാപ്പി അങ്ങനെ തടി വെട്ടിക്കോ. ഓക്കെ, അതായത് നമുക്ക് ഫിഷിനെ പിടിക്കാം. ഇനി എനിക്ക് തോന്നാം ലാസ്റ്റ് ഡേ ഒക്കെ ആവുമ്പോഴേ നമുക്ക് പുറത്തേട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ തടി നമുക്ക് ഫുഡും ആ കേവിൽ തന്നെ വേണ്ടി വരുമായിരിക്കും. ശരിയാണ്. കിട്ടിയടാ മുത്തേ. 2 മീനെ പിടിക്കാം, എന്നിട്ട് ബാക്കി മൊത്തം തടി ഏറ്റാട്ടാ. അത്രേ ഉള്ളു. ഫ്രഷ് മീനാണ്. കിട്ടിയില്ലേ? കിട്ടി മീൻ കിട്ടി. 12 മണിയായി. രാത്രി അവിടെ കണ്ടു വിത്ത് അവിടെ എന്തായാലും കേവിൽ കയറണട്ടാ, അല്ലെങ്കിൽ ചുമ്മാ പണിയാവും. ഇന്ന് വേഗം കേറാട്ടാ. അതെ അതെ അതെ. നേരെ ഇനി കുറച്ച് മരങ്ങടെ വെട്ടിട്ട് നമുക്ക് നേരെ വിടാം. നല്ല മഞ്ഞുവീഴ്ച ഉണ്ട് കേട്ടാ. ഇന്ന് രാത്രി ചിലപ്പോ പണി പാലും വെള്ളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. മീൻ കിട്ടി. എന്തായാലും തടി ഒരു വണ്ടിയിലാക്കിയാലോ. അത് തടി വെട്ടട്ടെ. ആ മരം അവിടെ കിടക്കണ അവിടെ മരം ഓൾറെഡി വെട്ടിയിട്ടുണ്ട്. കണ്ടോ ഒരു മരം മൊത്തം കിടക്കണ അവിടെ. ഓ മൈ ഗോഡ്, എനിക്ക് നല്ല തണുപ്പുണ്ടല്ലോ തെറാപ്പി. തണുപ്പുണ്ടോ? ഞാൻ ചാവാറായി. ഇന്ന് എനിക്ക് ഹങ്കർ ലെവലിൽ നമുക്ക് കുഴപ്പമില്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നു തോന്നുന്നു അല്ലേ. ശരിയാട്ടാ. 100 കിലോ ഒരാൾ മാക്സിമം എടുത്തോട്ടാ. മീനും എല്ലാം കൂടി. വണ്ടി ഇപ്പൊ ഉണ്ടായത് നന്നായി അല്ലേ. നേരത്തെ വണ്ടീനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും തണുക്കണ്ട. വേണമെങ്കിൽ ഇവിടെ തീര് വന്നോട്ടാ. ഞാൻ വരാം. എനിക്ക് തണുക്കണ്ട്, നല്ല തണുപ്പുണ്ട്. ഇത് കുറച്ചേരം കത്തും. എന്തായാലും ഒരു തടി മൊത്തം കത്തിച്ചേക്കല്ലേ. ഇനി നമുക്ക് രാത്രി, ഇനി നമുക്ക് നേരെ വീട്ടിൽ നേരെ പോവാം. ഇനി സാധനങ്ങളെല്ലാം എനിക്ക് കയറ്റി. എനിക്ക് അവിടെ ഒരു തടി ഇങ്ങനെ വെട്ടിയിട്ടുണ്ട്, അതിങ്ങനെ കയറ്റിയാ നമ്മള് നേരെ പോവാ. ഈ തടി ഇങ്ങനെ വാ. യെസ്, ഇനി വാ പോവാ. എത്ര കിലോ കയറ്റി? മഞ്ഞ് വീഴ്ച കൂടിയെന്ന് തോന്നുന്നു. ഞാൻ മീനും മരടക്കം 71 കിലോ ആയി. എന്റെ 78, തെറാപ്പിയുടെ 77. തെറാപ്പി ഞാൻ അവിടെ വരെ വീട് വരെ എത്തുന്നു തോന്നണില്ല കേട്ടാ. അല്ല, എന്റെ 60% തണുപ്പ് വീണ്ടും കീറി. മരം കത്തിക്കാം. ഈ പോണോയ്ക്കുള്ള മരം വെട്ടി കത്തിച്ചാലാ. കത്തിക്കാം. അല്ല, നൂബി ഓൾറെഡി അവിടെ ഇട്ടിട്ടില്ലേ, അത് കത്തിക്കാം. യു ആർ ഗെറ്റിംഗ് കോൾഡ്. ബിൽഡ് ഫയർ ടു വാം അപ്പ്. ഈ മരം കത്തിച്ചോ. നമ്മളേ അടുത്തുള്ള മരമൊക്കെ വെട്ടി അവസാനം എത്തുമ്പോ പണിയാവും അല്ലേ. അതൊരു പോയിന്റ് ആണ്. പക്ഷെ നമുക്ക് എന്ത് ഉമ്മി തീർച്ചു പോലെടാ. ഇതെന്താ കത്ത് ഫുള്ളാവട്ടെ ഇനി ഫുള്ളായി മരം നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കണ നൂബി. അതെ വിശപ്പാവണല്ലോ ഇപ്പൊ ശരിക്കും വിശപ്പ് ആവണ്ടല്ല. ഇല്ല, കഴിച്ചിട്ടില്ലല്ലോ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അതെ, ഇപ്പൊ തീർന്നിട്ട് വന്നാ മതി ഞാൻ പറയാ. സ്റ്റാർവിംഗ് ഈറ്റ് സംതിങ് ചെയ്ത് കാണിച്ചാ. ഇല്ല, എനിക്ക് അത്രേ ഉള്ളു. നൂബി ഫുള്ള് കഴിഞ്ഞിട്ട് വന്നാ മതിയേ. അത്രേ ഉള്ളൂ. എന്റെ മരം കത്തി തീർന്ന്. നേരത്തെ ഫുള്ളാവണ ഒരു കത്ത് വന്നു. ഇപ്പൊ അത്രയൊന്നും കത്തള്ളട്ടാ. ശരി, അതുകൊണ്ടാ തെറാപ്പി കുക്ക് ചെയ്ത മീൻ ഇരിക്കണ്ട. കുക്ക് ചെയ്ത മീനില്ല, കുക്ക് ചെയ്യണം മീൻ. പണി പാളിയല്ല, എനിക്ക് വിശക്കുക. ഞാൻ ഇപ്പൊ ചാവും. പെട്ടെന്ന് ഹറിയാ. ഞാൻ ചാവാറായി. ഹെൽപ് മീ. മീൻ എടുത്തിട്ടോ. എനിക്കും വിശക്കുണ്ട്. വാ കുറച്ച് ഇതിനകത്ത് കഴിക്കുമ്പോ മരൊക്കെ തീർന്നല്ല. ഇനി രാത്രി ആയാലല്ലേ കിടക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ കിടന്നുറങ്ങി രാവിലെ കിടന്നുറങ്ങാൻ സമയമായില്ലല്ലോ. കിടക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ. ഇനി പറ്റും. 3ാമത്തെ ദിവസം സർവേ ചെയ്തിന് 4ാമത്തെ ദിവസം. ഓ മൈ ഗോഡ്, സ്ഥിരം പരിപാടി അതൊക്കെ തന്നെയല്ലേ, വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ. അതെ വേണമെങ്കിൽ ഒരു കുക്കഡ് മീൻ വേണമെങ്കിൽ കുക്ക് ചെയ്തിട്ടില്ല അല്ലേ. നമുക്ക് നേരെ എന്തായാലും ഇത് വിട്ടാലോ രാവിലെ തന്നെ സ്പീഡില്. ഡേ 4. ഇന്ന് രാവിലെ തന്നെ കണ്ട തെറപ്പി -25 ആണ് തണുപ്പ്. കണ്ട തണുപ്പ് 25. അവിടെ നേരത്തെ -5 -4 ഇപ്പൊ കൂടി. ഡേ 7 വരെ നിക്കണം. ഡേ 7 ആവുമ്പോ -40 ആയിക്കോട്ടെ. അപ്പത്തേക്ക് നമുക്ക് നല്ല റിസോഴ്സസ് നമ്മുടെ അവിടെ തന്നെ വേണം. തെറാപ്പി മീൻ പിടിക്കും. എന്നാ ഞാൻ ഇവിടുത്തെ പോയി മരം വെട്ടി അവിടെ കൊണ്ടുപോയിരുട്ടെ. എന്നാ അങ്ങനെ അടുത്തുള്ള മരങ്ങൾ കൊണ്ടുപോവാ. ഓക്കെ, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മാക്സിമം മീൻ കയറ്റിക്കോ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ദിവസങ്ങളൊന്നും പിന്നെ മീൻ പിടിക്കണ്ടല്ലോ. ശരിയാ, പക്ഷെ കോൾഡ് ഓൾറെഡി ആയി. ഇത്തിരി പാടാന്ന് തോന്നണേ ഇനി സർവൈവ് ആക്കാൻ അല്ലേ. എന്റെ അമ്മ 2 മരം കയറ്റിയപ്പോഴത്തേക്ക് 100 കിലോ ആയില്ല. 2 മര അല്ല, 2 തടി വെട്ടിയത് 2 തടി കയറ്റിയപ്പോഴത്തേക്ക് 85 കിലോ ആയി. എന്റെ അമ്മേ.
ഇനി എന്റെ കോൾഡ് പകുതിയായി ഓൾറെഡി. എന്റെ അതെ, ഞാൻ ഇവിടെ പകുതി കൂടുതലായി. ഞാൻ ഇവിടെ ഒന്ന് മരം കത്തിക്കുക. സിവിയർ വെതർ വാർണിംഗ് ആഫ്റ്റർനൂൺ ഗ്യാദർ ഫുഡ് ആൻഡ് ഇതേ ഉച്ച കഴിയാണെങ്കിൽ ഭയങ്കര സീനാന്ത തെറാപ്പി ഇന്ന്. തെറാപ്പി മനസ്സിലായി. അപ്പൊ അതിനുമ്പോ നമുക്ക് കേറണം. ഇപ്പൊ 10 മണിയായിട്ടാ. മീൻ വല്ലത് കിട്ടിയാ? ഫുഡ് ഞാൻ 2 ഒരു മീൻ കിട്ടി. ഓ മൈ ഗോഡ്, ഇന്ന് പണി പാലും വെള്ളത്തിൽ കിട്ടാൻ ഞാൻ. പക്ഷെ ഞാൻ കോളടിച്ച് ചാവുനൂബി. ഒരു മരം ഉണ്ടാവോ കത്തിക്കാൻ? വാ 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 വാ, ഇങ്ങോട്ടും വാ. ഒരു മീൻ കൂടി പിടിക്കട്ടെ സാർ. ഒരു മീനെ കിട്ടിയിട്ടുള്ളൂ. കത്തിച്ചിട്ടുണ്ട്. കേറിക്കോ, ഇപ്പൊ കേറിക്കോ. ഞാൻ വേറെ മരം വെട്ടാം ഇവിടത്തെ. അപ്പൊ എന്താ ഇന്ന് ഉച്ചക്ക് തന്നെ സീനാവോ? ഇന്ന് ഉച്ച 11 മണി 12 മണി സീനാ. എത്ര മീൻ കിട്ടി? 2 വാ പോയാലോ എന്നാ. വാ. ഹങ്കർ ഓക്കെയാ നമ്മുടെ. ഹങ്കർ ഇപ്പൊ തൽക്കാലം ഓക്കെ. പക്ഷെ വൈകുന്നേരം ആണെങ്കിൽ പണി കിട്ടും. എനിക്ക് ഇവിടെ 85 കിലോ വലിക്കാനുണ്ട്. ഞാനെടുത്തേക്ക് ഒരു സമയമാവും. നൂബി ഇപ്പഴേ പൊക്കോന്നാ. ഞാൻ പോവാ. 11 മണി ആയിട്ടാ. 12 മണി കഴിഞ്ഞാ സീനാന്നാണ് പറഞ്ഞേക്കണേ. സിവിയർ വെതർ വാർണിംഗ് ആണ് വന്നേക്കണേ. ഒരു മീൻ കൂടി കിട്ടുമോ നോക്കാം. നമ്മുടെ അവിടെ എത്ര മീൻ ഇരിക്കണ്ട് ഇപ്പൊ? ഓൾറെഡി 1-2 മീനല്ലേ ഇരിക്കണുള്ളൂ. കിട്ടി. ഞാൻ നീങ്ങിയ 3 മീൻ കിട്ടി. മതി പോരെ. നമ്മൾ ചാവും. അതെ ചാവും. സ്പീഡ് അവിടെ 2 മീനുണ്ട്. ഉണ്ട്. മതി. ഇന്ന് സർവൈവ് ചെയ്യാൻ ഇങ്ങനെ മതി. പക്ഷെ അടുത്ത ദിവസവും ഈ സെയിം അവസ്ഥ തന്നെയാണ്. പണി പാടും. നമ്മൾ ഓൾറെഡി വുഡ് കളക്ട് ചെയ്ത് വെച്ചോ. വുഡ്. അതെ അത് ശരിയാട്ടാ. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനം ഉണ്ട്. 12 മണി ആയി നൂബി. 12 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നല്ല മഞ്ഞുവീഴ്ച വരും കേട്ടോ. ഇപ്പൊ സ്നോഫാൾ ഇല്ലല്ലോ. അപ്പൊ ശരി, നമ്മുടെ വീട്ടിൽ കയറിയിരിക്കാൻ പറ്റുമോ? ഈ പൊത്തൊക്കെ അടഞ്ഞു പോ. വീടാ ഒരു പൊത്ത്. വീട് ഏത് വീട്? താടിയൊക്കെ അങ്ങ് കിടക്കട്ടെ. നല്ല വമ്പാൻ തടിയാ തെറാപ്പി എടുത്തേക്കണേ. ഇതിനകത്ത് സ്ലീപ്പ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ പറ്റുവോ? യു ക്യാൻ ഓൺലി സ്ലീപ്പ് അറ്റ് നൈറ്റ്. നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് വെച്ചാലോ? എന്നാ കുക്ക് ചെയ്ത് വെക്കണം. അതിന്റെ ആവശ്യമില്ലല്ലോ. എന്നാ നമുക്ക് കോൾഡ് ആവണ്ടേ? അതാ പറഞ്ഞേ. ഒരു മീൻ കുക്ക് ചെയ്താ പോരെ? 2 പേർക്ക് കഴിക്കാൻ പറ്റില്ലേ? ഹങ്കർ ഫുള്ളാവൂല്ലേ? ഇവിടെ നിന്ന് ഇത് തീ കായ്. ഞാൻ തീ പോയി. അങ്ങനെ ഫുള്ളായി. മീനിന്റെ വാല് വേണേ കഴിച്ചോട്ടോ. ഒരു വാല് കഷ്ണം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും തന്നില്ല എന്ന് പറയരുത്. 1 മണിയായി. ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു. ആഫ്റ്റർനൂൺ ആയില്ല. പയ്യെ വന്നാ മതിയില്ലേ? വിളിച്ചു വരുത്തണ്ടല്ലേ? ഇതെന്താണ് പാക്ക്? ഓ ഇതെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ശരിയാണ്. ഇത് പുറത്തു വയ്ക്കാൻ പറ്റും. ദിസ് സ്പോട്ട് ഈസ് കോൾഡ് യു മേ വേക്ക് അപ്പ് ഫ്രീസിങ്. അങ്ങനെയുണ്ട് കേട്ടാ. നമ്മളെ നല്ലൊരു ഏരിയയിൽ കൊണ്ടുപോയിക്കണം. അല്ലെങ്കിൽ നമ്മള് ഫ്രീസ് ആവുന്ന പറഞ്ഞേക്കണേ. സൗണ്ട് കേട്ടാ? എന്താ സൗണ്ട് കേട്ടാ? ഇല്ല. ഫ്രീസ് ആവാൻ പോവാ നമ്മള്. ആണോ? കോട വന്നു തുടങ്ങി ശരിക്കും. പിന്നെ മെയിലിട്ട കയറി നോക്കട്ടെ. ഇവിടെ ഒന്നുമില്ലട്ടാ. അതിന്റെ ഉള്ളിൽ ഇരിക്കാണ്. കത്തിക്ക്. മരം കൂട്ടിയിട്ട് കത്തിക്കല്ലേട്ടോ. 2 മരം കത്തിക്ക. എന്നാലാണ് ഇതാവുള്ളൂ. കത്തും. തീർന്ന്. ഇതെന്ത് പെട്ടെന്നല്ലേ തീരണേ? തെറാപ്പി ഇത് പണിയാലോ. കാറ്റാണോ? തെറാപ്പിക്ക് ഒരു തടിയും കൂടെ വേണ്ടി വരില്ലേ? ഇതെന്താണിത്? ഇതിങ്ങനെ കെട്ടോണ്ടിരിക്കട്ടോ. ഇത് പണിയാട്ടോ തെറാപ്പി. 2 തടി ഒരുമിച്ച് കത്തണ്ട്. കേറിക്ക്. -32 മഞ്ഞുവീഴ്ച. സ്നോഫാൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഫുള്ളായില്ലേ ഏകദേശം? നിന്ന് കത്തടായി തടി. ഈ തടി നിന്ന് കത്തണ്ട് കേട്ടാ. ഓ കാറ്റ്. മീൻ പോണ്. വണ്ടിയിലെടുത്ത് നോക്കി. അയ്യോ പോവല്ലേ. അയ്യോ കൊടുങ്കാറ്റ്. എടി തടി വണ്ടിയില്. എല്ലാം പോവാ. ഇവിടെ ഇത് ഭയങ്കര പണിയാട്ടാ. മിക്കവാറും എനിക്ക് തോന്നണേ. എന്റെ അമ്മു നമുക്ക് നല്ല തണുപ്പായില്ലേ? ഇതെന്ത് ദൂരത്തേട്ട് പോണ്? തെറാപ്പി പെട്ട് നടക്കാൻ പറ്റില്ല. പെട്ട് കത്തിക്കണല്ലോ. ഇതിന്റെ അകത്ത് കയറ്റിട്ട് കത്തിക്കാൻ പറ്റുമോ? ഇവിടെ ഇട്ട് കത്തിക്കട്ടെ. ഞാനിത് കത്തറ. ഓ മൈ ഗോഡ്. ഇതിന്റെ ഉള്ളിൽ കയറ്റിട്ട് കത്തിക്കട്ടോ. അതെ നല്ല തണുപ്പായി. ഇങ്ങനെ -50 ഡിഗ്രി. ഇത് 6 മണി കഴിയണമെന്ന് തോന്നുന്നു. 6 മണി സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരു തടിയെങ്കിലും എടുത്തോണ്ട് കത്തിക്കണ. ഞാൻ ഒരു തടിയെങ്കിലും എടുത്തോണ്ട് വരാം. എടി വാടി. അമ്മി കത്തിക്ക്. കവറായാ തെറാപ്പി. ഉറങ്ങിക്കോ. സ്ലീപ്പ്. എത്ര ഡേ സർവൈവ് ചെയ്ത്? 5. എന്റെ 5 ഡേ സർവൈവ് ചെയ്തോളൂ. ഇതെന്താണ്? പുറത്തിട്ടുള്ള വഴി. ഡിഗ് ഇതൊക്കെ മൂടിപ്പോയി. പുറത്തിട്ടുള്ള വഴി. തെറാപ്പി മഞ്ഞാനെ മൂടിപ്പോയി വഴിയൊക്കെ. അയ്യോ ഇത് വിഷയട്ടാ. എന്തിനും സർവൈവ് ചെയ്യാനൊന്നും പറ്റും നമുക്ക് തോന്നണ. തെറാപ്പി നമ്മൾ തിരിച്ചു വരുമ്പോ ഇത് മൂടി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി എന്തിനും പിടിച്ചോണ്ട് വരുമ്പോ. പുറത്ത് മഞ്ഞു നോക്കി. ഇത്ര സ്നോയാണ് ഇവിടെ വന്നേക്കണേ. ഇത് നമ്മൾ ചത്ത്. സ്നോബോൾ.
അല്ലേ തന്നെ മഞ്ഞില് അല്ലെങ്കിൽ തന്നെ മഞ്ഞിന്റെ അയ്യര് കളി അത് അതിന്റെ ഇടയ്ക്ക് ചോപോള്. ഇനിയിപ്പോ ഈ സാധനം തടി ഇറക്കി വെക്കാണ് പറന്നു പോവും. എന്റെ അമ്മോ തെറപ്പി ഇന്ന് ചത്ത്. ഇന്ന് പുറത്തേട്ട് പോകാൻ പറ്റില്ല. ഒയ്യോ ചത്ത്. ഞാനും ചാവും. ഇന്ന് നമുക്ക് പുറത്തേട്ട് പോകാൻ പറ്റില്ല. അയ്യാ ഞാൻ പാപ്പിന് താഴെ പോയി. തടി എടുത്ത തടി. വണ്ടി കത്തിക്ക്. അയ്യോ പോയി. എല്ലാം പോയി. ചത്ത്. അയ്യോ എടേ കത്തടേ കത്ത്. അയ്യാ തെറാപ്പി ചത്ത് ഞാൻ. കത്തട ഉമ്മി കത്തി എന്റെ ചത്ത്. അയ്യോ ചത്ത്. എന്റെ ഹൃദയം ഇടിക്കുന്നു. ചാവടാ. ചത്തില്ലേ? ചത്ത്. ഇതാ കർത്താവ് ഞങ്ങളിതാ വരുന്നേ. എന്റെ എക്സ്പെഡീഷൻ 5 ദിവസം സർവൈവ് ചെയ്തു. കട്ടേ ഇനി വേറെ ആരെങ്കിലും വരുമ്പോ നമ്മളിവിടെ ഐസായിട്ട് ഇരിക്കണ കാണാൻ പറ്റും അല്ലേ? അതെ നിങ്ങൾ വന്ന് നോക്കിക്കോ. അതെ നിങ്ങൾ എവിടെയെങ്കിലും വന്ന് നോക്കുമ്പോ കാണാം. നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അയ്യോ അല്ലെങ്കിൽ ഡേ 5 എന്താണെന്നല്ലേ പുറത്തേട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പിന്നല്ലാണ്ട്. അതെ എന്തായാലും കുഴപ്പമില്ല. നമ്മള് 5 ഡേയ്സ് സർവൈവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഗൈസ് നമ്മുടെ റോബ്ലോക്സിന് ഉണ്ടല്ലോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഫോർച്ചുനേറ്റ്ലി നമ്മൾ മാക്സിമം 5 ഡേയ്സ് സർവൈവ് ചെയ്തു അല്ലേ തെറാപ്പി? അതെ നമ്മൾ മാരകമായിട്ടുള്ള സർവൈവേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞങ്ങൾക്ക് 5 ദിവസം സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തേക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടല്ലോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.